بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه ومن سلك مسلكه ودعا بدعوته إلى يوم الدين. أما بعد فأوصيكم وإياي أولا بتقوى الله. ബഹുമാന്യരായ പ്രേക്ഷക സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കട്ടെ. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ഖുർആൻ എന്ന അറബി പദത്തിനർത്ഥം വായിക്കുക എന്നാണ്. ആ പേര് തന്നെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിന് നൽകപ്പെടാൻ, നിശ്ചയിക്കപ്പെടാൻ, നിർണയിക്കപ്പെടാൻ, ഉപയോഗിച്ചു പോരാൻ അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ വായനയുടെ പ്രാധാന്യം, ഗൗരവം, അതിൻ്റെ പ്രസക്തി, അനിവാര്യത, ഇതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യരാശിയുടെ ഭരണഘടനയായി അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഖുർആന് ആ പേര് ഉപയോഗിക്കപ്പെട്ടു വരുന്നത്. പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസത്തിലാണ് നമ്മളുള്ളത്, വിശുദ്ധ റമളാൻ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ ഖുർആൻ റമളാനിൽ അവതീർണമായതാകട്ടെ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സകല മനുഷ്യർക്കും മാർഗദർശിയാണ് ഖുർആൻ. സകല മനുഷ്യനും ഋജുവായ പന്ഥാവിൽ ജീവിക്കുവാൻ ആവശ്യമായ മാർഗദർശനങ്ങൾ ആണ് ഖുർആൻ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ്റെ അവതരണം സംഭവിച്ച ഈ മാസം സവിശേഷമായി നാം അതുമായി ബന്ധപ്പെടേണ്ടതുണ്ട്. ഖുർആൻ ഓതുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, ഖുർആനികമായ ചൈതന്യം ജീവിതത്തിൽ ഉൾക്കൊള്ളുക, ആ ചൈതന്യം ഉൾക്കൊള്ളാൻ ജനങ്ങളോട് ഉപദേശിക്കുക, ജനങ്ങൾക്കതിന് സഹായകമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പൊതുവായി പറഞ്ഞാൽ ഖുർആൻ പാരായണം, മഹാഭൂരിഭാഗം ആളുകൾക്കും കഴിയുന്നത് ഖുർആൻ പാരായണമാണ്. അതിൻ്റെ അർത്ഥമോ വ്യാഖ്യാനങ്ങളോ അറിയില്ലെങ്കിലും പാരായണം ചെയ്യുക, ഇതിന് തന്നെ ഇസ്ലാമിൽ വലിയ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ഖുർആൻ അവതീർണമായത്. തങ്ങളതിൻ്റെ പ്രതിപാദനം നടത്തിയിരുന്നു, വിശദീകരണങ്ങൾ നിർവഹിച്ചു കൊടുത്തിരുന്നു സ്വഹാബത്തിന്. തങ്ങളുടെ ഭാഷ അറബിയാണ്, ഖുർആൻ്റെ ഭാഷയും അറബിയാണ്. ഇങ്ങനെയൊക്കെ ആയ നബിയോട് തന്നെ ഖുർആൻ ഓതാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ അല്ലദീ ഹറമഹ വ അൻ അത്ലുവൽ ഖുർആൻ. ഈ കഅബയുടെ, ഈ രാജ്യത്തിൻ്റെ ഉടമയായ അള്ളാഹുവിനെ ആരാധിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വ അൻ അത്ലുവൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യാനും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പരമാവധി ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണം ഈ റമളാനിൽ. അതിൻ്റെ പ്രതിഫലം ധാരാളമായി ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. സത്യവിശ്വാസിയുടെ ഹൃദയം കറുത്തുകൊണ്ടിരിക്കും, ദോഷങ്ങൾ കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് കടുത്തുകൊണ്ടിരിക്കും. അതിനൊക്കെയുള്ളൊരു ചികിത്സയാണ് ഖുർആൻ പാരായണം. സത്യവിശ്വാസിയുടെ ഹൃദയം തെളിയിച്ചെടുക്കുന്നതാണ് ഖുർആൻ.
മറ്റൊന്നിങ്ങനെയുള്ള ഖുർആനിക സംരംഭങ്ങൾ, ക്ലാസ്സുകൾ, പ്രതിപാദനങ്ങൾ, പഠനങ്ങളൊക്കെ സ്വയം നടത്തുക, മറ്റുള്ളവർക്ക് ഖുർആനിക സന്ദേശങ്ങൾ കൈമാറുക. ഇതും ഈ റമദാനിൽ പ്രത്യേക പ്രസക്തിയുള്ളതാണ്. ഖുർആൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ തന്നെ അതിന് 10 പുണ്യമുണ്ട്. അപ്പോൾ ഒരു 10 പേജ് 20 പേജ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്താൽ പരസഹസ്രം പുണ്യങ്ങൾ അതുകൊണ്ട് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഖുർആൻ പാരായണത്തിൻ്റെ വിഷയവും ഖുർആൻ പഠനത്തിൻ്റെ വിഷയവും പണ്ഡിതന്മാരായ ആളുകൾ, വിശിഷ്യ ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയവും വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കി അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഈ റമദാൻ ഒരു ഖുർആൻ മാസമായി കൂടി ആചരിക്കണം. സർവശക്തനായ അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ.